വെൽക്കം, തഹ്മനാണ്. ഹിമഡൈനാമിക്സ് പാത്തോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ഇൻഫാർക്ഷനെ കുറിച്ചിട്ടാണ്. ഇൻഫാർക്ഷൻ നമ്മൾ പറയേണ്ടത് വാട്ട് കോസസ് പറയണം, പാത്തോജെനസിസ് പറയണം, മോർഫോളജി, ഫാക്ടേഴ്സ്, ടൈപ്സ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ റെഡ് ആൻഡ് വൈറ്റ് ഇൻഫാർക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാം. ആൻഡ് ഓൾസോ എക്സാമ്പിൾസ് ഓഫ് ഇൻഫാർക്ഷൻ നമുക്ക് പറയാം. സോ ആദ്യം എന്താണ് ഇൻഫാർട്ട്? വാട്ട്സ് ആൻ ഇൻഫാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ അടഞ്ഞത് മൂലം നശിച്ചു പോയ ഒരു ടിഷ്യൂവിന്റെ ഭാഗം അല്ലെങ്കിൽ ഒരു ടിഷ്യൂ, അതിനെയാണ് നമ്മൾ ഇൻഫാർട്ട് എന്ന് പറയാം. സോ ഇറ്റ്സ് ആൻ ഏരിയ ഓഫ് ഇഷ്കീമിക് നെക്രോസിസ്. എന്തുകൊണ്ടാണ്? കോസ്ഡ് ബൈ ഒക്ലൂഷൻ ആണ്. ഒക്ലൂഷൻ ഓഫ് എന്താണ് അടഞ്ഞു പോയത്? രണ്ട് കാര്യങ്ങൾക്ക് അടഞ്ഞു പോകാം. ഒന്ന് എയ്തർ ഒക്ലൂഷൻ ഓഫ് ആർട്ടീരിയൽ സപ്ലൈ ആയിരിക്കാം, ബ്ലഡ് വരുന്നത് കൊടുക്കുന്ന ഭാഗം ആർട്ടീരിയൽ സപ്ലൈ ആയിരിക്കാം, അല്ലെങ്കിൽ ഓർ വീനസ് ഡ്രെയിനേജ് ആയിരിക്കാം, തിരിച്ചു പോകുന്ന വീനസ് ഡ്രെയിനേജിൽ ഒക്ലൂഷൻ വന്നതായിരിക്കാം. സോ രക്തം നൽകുന്ന ആർട്ടീരിയൽ സപ്ലൈ കുറഞ്ഞതോ അവിടെ നിന്ന് രക്തം ഡ്രെയിൻ ചെയ്യുന്ന വെയിനിലെ തടസ്സം. സോ ഇതുമൂലം ഉണ്ടാകുന്ന ഏരിയ ഓഫ് ഇഷ്കെമിക് നെക്രോസിസ്. ആൻഡ് ദിസ് ഹോൾ പ്രോസസ്, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫാർക്ഷൻ എന്ന് പറയാം. സോ ദിസ് ഹോൾ പ്രോസസ് ഓഫ് ടിഷ്യൂ ഡെത്ത് ഓർ നെക്രോസിസ് due to inadequate blood supply to the affected organ. So this whole process, അതിനെയാണ് നമ്മൾ ഇൻഫാർക്ഷൻ എന്ന് നമ്മൾ പറയാം. So infarction is the whole process of tissue death or necrosis due to inadequate blood supply to the affected organ. So ഏതെല്ലാമാണ്? famous example is myocardial infarction ആണ്. Then can be cerebral infarction ഉണ്ടാകാം. Then pulmonary infarction is another example. bowel infarction. Then gangrene നമുക്ക് എക്സ്ട്രിമിറ്റിയുടെ ഒരു ഇൻഫാർക്ഷൻ കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇൻഫാർക്ഷൻ നമ്മൾ പറഞ്ഞത് ഇഷ്കീമിക് നെക്രോസിസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഈ ഇഷ്കീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്കീമിയ ഇസ് ഡെഫിഷ്യന്റ് ബ്ലഡ് സപ്ലൈ കുറയുന്ന കണ്ടീഷനാണ്. ഡെഫിഷ്യന്റ് ബ്ലഡ് സപ്ലൈ ടു എ ടിഷ്യൂ ഓർ പാർട്ട് ഓഫ് ടിഷ്യൂ. സോ ടിഷ്യൂന്റെ മെറ്റബോളിക് നീഡ് അനുസരിച്ച് ബ്ലഡ് അതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇഷ്കീമിയ. സോ അപ്പോൾ എന്തുണ്ട്? അവിടെ ഹൈപ്പോക്സിയ ഉണ്ട്. ദാറ്റ് മീൻസ് ഓക്സിജൻ കിട്ടുന്നില്ല, ഓക്സിജൻ കുറവാണ്. ന്യൂട്രിയൻസ് ഓക്സിജൻ എല്ലാം കുറവാണ്. മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്ട്സ് അവിടെ അക്യൂമുലേറ്റ് ചെയ്യുന്നുണ്ട്, അടിഞ്ഞുകൂടുന്നുണ്ട്. സോ അപ്പൊ ഇതുമൂലം എന്ത് സംഭവിക്കും? വാട്ട് വിൽ ബി ഇറ്റ്സ് ഔട്ട്കം? ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫാക്ടേഴ്സ് അനുസരിച്ച് വ്യത്യസ്തമാകാം. ചിലപ്പോൾ ടിഷ്യൂവിന് ഒന്നും പറ്റണമെന്നില്ല, പ്രശ്നമില്ലാതെ അതിജീവിക്കാം. ചിലപ്പോൾ ഈ ടിഷ്യൂ ഫങ്ഷണൽ ഡീറേഞ്ച്മെന്റ്സ് ഒക്കെ വേണ്ടി വരും. സോ അണ്ടർഗോസ് ഫങ്ഷണൽ ഡീറേഞ്ച്മെന്റ്, ചെറിയ മാറ്റങ്ങളൊക്കെ നടത്തേണ്ടി വരും. ചിലപ്പോൾ ഈ ടിഷ്യൂ നശിക്കും. ആൻഡ് ഈ നശിക്കലിനെ ആണ് നമ്മൾ ഇൻഫാർക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. സോ നെക്രോസിസ് ഓഫ് ടിഷ്യൂ ഡ്യൂ ടു ഇഷ്കീമിയ ആണ് ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത് ഇഷ്കീമിയ മൂലം പ്രശ്നമില്ല, പക്ഷേ ഇൻഫാർക്ഷൻ മൂലം ഇറ്റ്സ് എ മേജർ കോസ് ഓഫ് ഇൽനസ്. ഒരുപാട് അസുഖങ്ങൾ, ക്ലിനിക്കൽ ഇൽനസിന് കാരണമാകുന്ന കണ്ടീഷനാണ് ഇൻഫാർക്ഷൻ. സോ അപ്പോൾ എന്തുകൊണ്ടാണ് ബ്ലഡ് സപ്ലൈ ഇല്ലാത്തത്, ലഭിക്കാത്തത്, ഇൻഫാർക്ഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ആർട്ടറി, 3 ബ്ലഡ് വെസലാണ്. ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്, ദെൻ ക്യാൻ ഓൾസോ ടോക്ക് അബൌട്ട് മൈക്രോ സർക്കുലേഷനും നമുക്ക് പറയാം. സോ ഇതിന് വിവിധ തകരാറുകൾ ഉണ്ടാകും. ഒരു കാരണം രക്തക്കുഴലിന്റെ അകത്തുള്ള പ്രശ്നമാണ്. ഇത് രക്തക്കുഴലാണെങ്കിൽ ഇവിടെ ഉള്ളിലുള്ള പ്രശ്നത്തെ നമുക്ക് ഇൻട്രാലൂമിനൽ പ്രോബ്ലംസ് എന്ന് വിളിക്കാമല്ലോ. ഇൻട്രാലൂമിനൽ പ്രധാനം ഉണ്ടാകുന്നത് ത്രോംബോസിസ് ആണ്. ദെൻ എംബോളിസം ഇൻട്രാലൂമിനൽ പ്രശ്നമാണ്. അത്തീറോമ ഈസ് ഇൻട്രാലൂമിനൽ പ്രശ്നങ്ങൾ. അതിൽ തന്നെ ആർട്ടീരിയൽ ത്രോംബോസിസ് ആൻഡ് എംബോളിസം ആണ്. ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. 99% ഇൻഫാർക്ഷന്റെ കേസും ഇത് തന്നെയാണ് കാരണം. ഇഫ് ഇറ്റ് ഈസ് മൈക്രോ സർക്കുലേഷനിലാണെങ്കിൽ, ഉദാഹരണത്തിന് സിക്കിൾ സെൽ ഉണ്ടെങ്കിൽ അങ്ങനെ കടന്നു പോകാനൊക്കെ പാടായിരിക്കും എന്നുള്ളതാണ്. ദെൻ ഇൻ DIC, ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലാർ കോയാഗുലേഷനിലെ ഫൈബറിന്റെ പ്രശ്നമാണ്. സോ ദീസ് ഓൾ പ്രോബ്ലംസ് ഇൻട്രാലൂമിനൽ പ്രോബ്ലംസ് ആണ്. ഇനി രക്തക്കുഴൽ ഭിത്തിക്കാണെങ്കിലോ, സോ പ്രോബ്ലം ഈസ് വിത്ത് ദിസ് വാൾ ഓഫ് ദ ബ്ലഡ് വെസൽസ്, ഓർ അതിന് നമുക്ക് ഇൻട്രാമ്യൂറൽ എന്ന് വിളിക്കാം. ഇൻട്രാമ്യൂറൽ പ്രോബ്ലംസ് ആർട്ടറിയിലാണെങ്കിൽ ഇൻ ആർട്ടറി സ്പാസം ഉണ്ടാകാം, ദെൻ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാം, അല്ലെങ്കിൽ വാസ്കുലൈറ്റിസ്, അത് എല്ലാ ബ്ലഡ് വെസലിനും വരും. ഇൻഫ്ലമേഷൻ ടു ദ ബ്ലഡ് വെസൽസ്. വെയിനിലാണെങ്കിൽ ഒരു പ്രശ്നം വേരിക്കോസ് ആണ്. വേരിക്കോസ് എന്ന് പറയുന്ന പ്രശ്നം മൂലമാകാം. ഇനി പ്രശ്നം രക്തക്കുഴലിൽ അല്ല, രക്തക്കുഴൽ ഈസ് നോർമലാണ്, പുറത്താണ്, ഇവിടെയാണ് പ്രശ്നം, ഇവിടെ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് എക്സ്ട്രാമ്യൂറൽ എന്ന് വിളിക്കാം. ഉദാഹരണം ക്യാൻസർ. ഇതൊരു ക്യാൻസർ ഏരിയ ആണെങ്കിൽ, ക്യാൻസർ മൂലം ഈ രക്തക്കുഴലുകൾ ഇങ്ങോട്ട് അമർക്കുകയാണ്. ക്യാൻസർ വലുതാവും തോറും രക്തക്കുഴലുകൾ ഇങ്ങനെ അമർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ലിഗേഷൻ ഓർ ടോർഷൻ എക്സാമ്പിൾ ഏതാണ്? ഫേമസ് എക്സാമ്പിൾ ഇസ് ടോർഷൻ ഇൻ ടെസ്റ്റിസിനകത്തുള്ള ടോർഷൻ. അറിയാം, ടെസ്റ്റിസ്
ഓവറി പോലുള്ള സംഭവങ്ങൾക്ക് പുറത്തേക്ക് ഒരു ബ്ലഡ് വെസലേ ഉള്ളൂ, അത് തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഇൻഫാർഷൻ ഉണ്ടാകും. ദെൻ വെയിൻസിലാണെങ്കിൽ സ്റ്റാഗ്നേഷൻ ഉണ്ടാകാം, ബ്ലഡ് ഫ്ലോ കുറവാണ്, ഒഴുക്ക് സ്പീഡ് കുറവാണ്, സ്റ്റാഗ്നേഷൻ, ഹൈപ്പോക്സിയ ഉണ്ടാകാം, അല്ലെങ്കിൽ ഇൻഡുസെപ്ഷൻ, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദെൻ മൈക്രോ സർക്കുലേഷനിൽ ഉണ്ടാകുന്ന പ്രശ്നം, അത് ഉദാഹരണത്തിന് ഫേമസ് എക്സാമ്പിൾ പ്രഷർ സോർ ആണ്. പ്രഷർ സോർ എന്ന് പറയുന്ന ബെഡ് സോർ, പ്രഷർ ബെഡ് സോർസ്. ആൻഡ് ആർട്ടറി വെയിൻ ഉണ്ട്, മൈക്രോ സർക്കുലേഷൻ ഉണ്ടെങ്കിലും ദിസ് ആർട്ടറിയിലെ ഒക്ലൂഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വെയിനിൽ ഒക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സാധ്യത എന്തായിരുന്നു, അത് കൺജഷൻ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. എങ്കിലും ദിസ് ക്യാൻ കോസ് ഇൻഫാർഷൻ ഉണ്ടാക്കും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ ടെസ്റ്റിസ് അല്ലെങ്കിൽ ഓവറി, ഇവിടേക്ക് ഒറ്റ വെയിൻ മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ. സോ ഇവിടെ ബ്ലോക്കപ്പ് വരുമ്പോഴത്തേക്കും ഇൻഫാർഷൻ ആണ് കൂടുതൽ സാധ്യത, അല്ലെങ്കിൽ ചിലപ്പോൾ കൺജഷൻ ആയിട്ട് മാറും. സോ ഒബ്സ്ട്രക്ഷൻ വന്നു, സോ ദർ ഈസ് ഒബ്സ്ട്രക്ഷൻ ഓർ ലീഡ് ടു ഹൈപ്പോക്സിയ വന്നു. ഹൈപ്പോക്സിയ വരുമ്പോഴത്തേക്കും ആദ്യം റിവേഴ്സിബിൾ ഇഞ്ചുറി ആയിരിക്കും ഉണ്ടാവുക, അപ്പോൾ ഹൈഡ്രോപിക് ചേഞ്ചസ് ഒക്കെ വരുന്നു. ദെൻ ഇറ്റ് ബിക്കംസ് ഇറിവേഴ്സിബിൾ ഇഞ്ചുറിയിലേക്ക് മാറി. ദെൻ ഇറ്റ് ലീഡ്സ് ടു നെക്രോസിസ് ഉണ്ടാവും. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് നെക്രോസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടിഷ്യൂകളിലും മിക്കവാറും ഉണ്ടാകുന്നത് കോയാഗുലേറ്റീവ് നെക്രോസിസ് ആണ്. കോയാഗുലേറ്റീവ് നെക്രോസിസ് ആണ് ഓൾമോസ്റ്റ് ഓൾ ടിഷ്യൂസിൽ ഉണ്ടാകുന്ന, എക്സെപ്റ്റ് ഒരു ടിഷ്യൂവിൽ ഇൻ ദ ബ്രെയിനിൽ ഉണ്ടാകുന്നത് ലിക്വിഫാക്റ്റീവ് ആണ്. ലിക്വിഫാക്റ്റീവ് നെക്രോസിസ് ആണെന്ന് പ്രത്യേകം ഓർക്കുക, ഇത് നമ്മൾ നെക്രോസിസിൽ പറഞ്ഞതാണ്. പിന്നെ എന്തെല്ലാമാണ് ഫാക്ടേഴ്സ് ദാറ്റ് കോസ് ഓർ പ്രീഡിസ്പോസസ് ടു ഇൻഫാർഷൻ? അത് ഒന്ന് പ്രധാനപ്പെട്ടത് അനാറ്റമിയാണ്. അനാറ്റമി ഓഫ് വാസ്കുലാർ സപ്ലൈ. വാസ്കുലാർ സപ്ലൈ എങ്ങനെയാണ് ആ ഭാഗത്തേക്ക്, രക്തയോട്ടം ഓർഗനിലേക്കുള്ള രീതി ഒരു പ്രശ്നമാണ്. ഉദാഹരണം ലങ്സ്, അല്ലെങ്കിൽ ലിവർ, അല്ലെങ്കിൽ ഹാൻഡിന്റെ 4 ആംസ്. സോ ഇവിടെയൊക്കെ എന്താണ്, ഇവിടെയൊക്കെ നമുക്കറിയാം ഡുവൽ ബ്ലഡ് സപ്ലൈ ഉണ്ട്. 2 ഭാഗങ്ങളിൽ നിന്നുള്ള 2 ആർട്ടറി വഴിയുള്ള ബ്ലഡ് സപ്ലൈ ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ ലങ്സിലാണെങ്കിലോ, ലങ്സിൽ പൾമണറി ആർട്ടറി വഴി കിട്ടുന്നുണ്ട്, ബ്രോങ്കിയൽ ആർട്ടറി വഴിയും ബ്ലഡ് കിട്ടുന്നുണ്ട്. ലിവറിനകത്ത് ഹെപ്പാറ്റിക് ആർട്ടറി വഴി കിട്ടുന്നുണ്ട്, പോർട്ടൽ സർക്കുലേഷൻ വഴിയും കിട്ടുന്നുണ്ട്. സോ കയ്യിലും കിട്ടുന്നുണ്ട് ഇതേപോലെ. സോ ഇങ്ങനെ 2 ഡുവൽ സപ്ലൈ ഉള്ള ഓർഗൻസിൽ ദേ ആർ റെസിസ്റ്റന്റ് ടു ഇൻഫാർഷൻ അങ്ങനെ സാധ്യത കുറവായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ എൻഡ് ആർട്ടീരിയൽ സപ്ലൈ ഉള്ളതാണെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് എൻഡ് ആർട്ടീരിയൽ സപ്ലൈ ആണെങ്കിൽ റീനൽ അല്ലെങ്കിൽ കിഡ്നി, സ്പ്ലീൻ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇൻഫാർഷൻ ആൻഡ് ടിഷ്യൂ ഡെത്ത് സാധ്യത കൂടുതലാണ്. സോ മോർ പ്രോൺ ടു ഇൻഫാർഷൻ ആണ്. രണ്ടാമത്തെ കേസ് അല്ലെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് റേറ്റ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഒക്ലൂഷൻ. എത്ര ഒക്ലൂഷൻ ഉണ്ട് അല്ലെങ്കിൽ എത്ര വേഗത്തിലൊക്കെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒക്ലൂഷൻ പതിയാണ്, സാവധാനത്തിലാണ് എങ്കിൽ ആ ഭാഗത്തേക്ക് കൊളാറ്ററൽസിന് ആ ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ കൊടുക്കാനായിട്ട് കുറച്ച് സമയം കിട്ടും. അതൊരു പാരലൽ റൂട്ടായിട്ട് ആക്ട് ചെയ്തോളൂ. അപ്പോൾ ഇൻഫാർഷൻ, സോ ഡിക്രീസ്ഡ് ഇൻഫാർഷൻ. അപ്പോൾ സ്ലോ ആണെങ്കിൽ ഡിക്രീസ്ഡ് ഇൻഫാർഷൻ ആയിരിക്കും. ഉദാഹരണം എക്സാമ്പിൾ കൊറോണറീസിലൊക്കെ അങ്ങനെ സംഭവിക്കാം. പക്ഷെ വേഗത്തിൽ പെട്ടെന്നൊരു ബ്ലോക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഒക്ലൂഷൻ വന്നു കഴിഞ്ഞാൽ ദിസ് ക്യാൻ കോസ് ഇൻഫാർഷനിലേക്ക് കടക്കാം. ആൻഡ് മൂന്നാമത്തത് ഏത് ടിഷ്യൂ വൾണറബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടിഷ്യൂ വൾണറബിലിറ്റി ടു ഹൈപ്പോക്സിയ. ബ്ലഡ് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ടിഷ്യൂവിന് എന്ത് സംഭവിക്കും? ഉദാഹരണം ന്യൂറോൺ ആണെങ്കിൽ, ബ്രെയിനിലെ ന്യൂറോൺ ഒക്കെ ആണെങ്കിൽ വിത്തിൻ 3 to 4 minutes അവിടെ ഇറിവേഴ്സിബിൾ ഡാമേജ് ഉണ്ടാകും, നശിച്ചു പോകും ന്യൂറോൺ ആണെങ്കിൽ. നമ്മുടെ ഹൃദയത്തിന്റെ മയോകാർഡിയൽ സെൽസ് ആണെങ്കിലോ, മയോകാർഡിയൽ സെൽസ് ഒക്കെ ആണെങ്കിൽ ഒരു 20 to 30 minutes നേരമൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. സ്കെലിറ്റൽ മസിൽ അല്ലെങ്കിൽ മയോകാർഡിയത്തിൽ തന്നെ ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലുകളൊക്കെ ആണെങ്കിൽ മണിക്കൂറുകളോളം അവയ്ക്ക് ഓക്സിജൻ കിട്ടാതെ പിടിച്ചു നിർത്താൻ പറ്റും. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് ടിഷ്യൂ, എവിടെയാണ് ഹൈപ്പോക്സിയ ഉണ്ടാകുന്നതനുസരിച്ച്. ബ്രെയിനിലൊക്കെ ആണെങ്കിൽ വിത്തിൻ 2 to 4 minutes സംഭവങ്ങൾ നശിച്ചു പോകും എന്നുള്ളതാണ്. അടുത്ത പ്രശ്നം നാലാമത്തത് ഹൈപ്പോക്സീമിയാണ്. ഹൈപ്പോക്സീമിയ എന്ന് പറഞ്ഞാൽ വരുന്ന ബ്ലഡിനകത്ത് ഓക്സിജൻ കണ്ടന്റ് കുറവാണ്, ലോ ഓക്സിജൻ ഇൻ ദ ബ്ലഡ് എങ്കിൽ ഇൻഫാർഷൻ ചാൻസ്, എക്സ്റ്റെൻഡ് എല്ലാം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അഞ്ചാമത്തേത് ജനറൽ കാർഡിയോവാസ്കുലർ സ്റ്റാറ്റസ് ആണ്. കാർഡിയോവാസ്കുലർ സ്റ്റാറ്റസ് ഇപ്പോൾ അനീമിയ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ഉള്ള രോഗി, ഓൾഡ് ഏജ് ആണ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജനറൽ പ്രശ്നങ്ങളാണ്, അവരിൽ ഇൻഫാർഷൻ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻഫാർഷൻ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇഫ് ആൻ ഇൻഫാർ ഈസ് ഇൻഫെക്റ്റഡ് ആണ് എന്ന് വിചാരിക്കുക. ഇഫ് ഇറ്റ് ഈസ് ഇൻഫെക്റ്റഡ്, നമ്മൾ നേരത്തെ ത്രോംബസ് എംബോളിസം ഒക്കെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് സെപ്റ്റിക് ആണ്, കേസ് ഈസ് സെപ്റ്റിക് ഇൻഫാർട്ടായി. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ബ്ലാൻഡ്, ഇവിടെയും അത് തന്നെയാണ് അവിടെയും അത് തന്നെയാണ്, ബ്ലാൻഡ് എന്നാണ് വിളിക്കുക. ഇനി ഡിപ്പെൻഡ്സ് അപ്പോൺ ഏജ് ഓഫ് ദ ഇൻഫാർട്ട്. ഇപ്പോൾ പുതിയ ഇൻഫാർട്ട് ആണെങ്കിൽ നമ്മൾ ഫ്രഷ് ആണെന്ന് വിളിക്കും, അല്ലെങ്കിൽ റീസെന്റ് എന്ന് നമുക്ക്
സംഭവിക്കാം, പഴയതാണെങ്കിൽ സെയിം ഓൾഡ്. ദെൻ മറ്റൊരു രീതി എന്ന് പറയുന്നത് കളർ വെച്ചിട്ടാണ്. ഡിപ്പെൻസ് അപ്പോൺ കളർ. വൈറ്റ് പെയിൽ ഓർ അനീമിക്. വൈറ്റ് അല്ലെങ്കിൽ പെയിൽ അല്ലെങ്കിൽ അനീമിക് എന്ന് പറയുന്നതാണ് ഒരു ഇൻഫാർക്റ്റ്. രണ്ടാമത്തെന്ന് പറയുന്നത് റെഡ് അല്ലെങ്കിൽ ഹെമറേജിക് ഇൻഫാർക്റ്റ്. സോ ഇങ്ങനെ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് വിളിക്കാം. എന്തായാലും ഇൻഫാർക്റ്റിന്റെ മോർഫോളജി നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ടിഷ്യൂ ആണെങ്കിൽ ഇവിടെയാണ് എൻ്റെ ബ്ലഡ് ഇങ്ങോട്ട് വരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെയാണ് ബ്ലോക്ക് എങ്കിൽ, സോ ഈ ബ്ലോക്കുള്ള ഭാഗം അവിടെ തൊട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കും ഇൻഫാർക്റ്റ് പോവുക. അപ്പോൾ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു വെഡ്ജ് ഷേപ്പാണ്. വെഡ്ജ് അല്ലെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം തടസ്സം ഉള്ള ബ്ലഡ് വെസലിൽ തുടങ്ങി ദെൻ അത് സപ്ലൈ ചെയ്യുന്ന ഭാഗം ഇങ്ങനെയായിരിക്കും ഇൻഫാർക്റ്റ്. സോ ടിഷ്യൂവിന്റെ ഈ ബൗണ്ടറി, ഈ അറ്റം ടിഷ്യൂവിന്റെ ബൗണ്ടറിയാണ്, ഇതാണ് അറ്റം. സോ അപ്പെക്സ് ഇസ് ദ ഒക്ലൂഡഡ് വെസൽ. സോ ദിസ് ഇസ് ദ അപ്പെക്സ് ഒക്ലൂഡഡ് വെസൽ പാർട്ടാണ്. ആൻഡ് ബേസ് ഇസ് ദ പെരിഫറി ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടിഷ്യൂ ഓർ ഓർഗൻ. ആൻഡ് മാർജിൻ എന്ന് പറയുന്നത്, ദിസ് മാർജിൻ സാധാരണ രീതിയിൽ ഇറ്റ് ഈസ് ഇറഗുലർ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് വൈറ്റ് ആൻഡ് റെഡ് ഇൻഫാർക്റ്റിനെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ, വൈറ്റ് ഇൻഫാർക്റ്റ് ഒറ്റ ഒരു ബ്ലഡ് വെസൽ സപ്ലൈ വരുന്ന സ്ഥലങ്ങളിലായിരിക്കാം, സിംഗിൾ ബ്ലഡ് വെസൽ വരുന്ന സ്ഥലങ്ങളിലായിരിക്കാം. ആൻഡ് മെയിൻലി ഡ്യൂ ടു ആർട്ടീരിയൽ ഒക്ലൂഷൻ മൂലമായിരിക്കും ഇത് വരിക. ഉദാഹരണത്തിന് റീനൽ എക്സാമ്പിൾ, റീനലിലെ തന്നെ ലോബാറോ ഇന്റർലോബാറോ. സോ ഇതെല്ലാം ആർട്ടീരിയൽ ഓർ വൈറ്റ് ഒക്ലൂഷൻ ആണ്. ആൻഡ് റെഡ് ഇൻഫാർക്റ്റ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഡുവൽ ബ്ലഡ് സപ്ലൈ ഉള്ള ഓർഗനിലാണ്, അല്ലെങ്കിൽ വീനസ് ഒക്ലൂഷൻ അല്ലെങ്കിൽ ഡുവൽ ബ്ലഡ് സപ്ലൈ ഉള്ള ഓർഗനിലാണ് ഇത് വരിക. കാരണം ഒരു ബ്ലഡ് സപ്ലൈ നിലച്ചു കഴിഞ്ഞാൽ മറ്റു ബ്ലഡ് വെസൽ വഴി അവിടെ ബ്ലഡ് എത്തും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പൾമോണറി ഇൻഫാർക്റ്റ് എന്ന് പറയുന്നത് റെഡ് ആണ്. ഹെമറേജിക് ഇൻഫാർക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി സോളിഡ് അല്ലെങ്കിൽ കോമ്പാക്ട് ടിഷ്യൂ ആണെന്ന് വിചാരിക്കുക. ഇഫ് ദ ടിഷ്യൂ ഇസ് സോളിഡ് ഓർ കോമ്പാക്ട്, അവിടെ സാധാരണ വൈറ്റ് ഇൻഫാർക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഹേർട്ട് ആയാലും കിഡ്നി ആയാലും സ്പ്ലീൻ, എൻഡ് ആർട്ടറീസ് മാത്രമാണ്. പക്ഷെ ലൂസ് ഓർ സ്പോഞ്ചി ടിഷ്യൂ ആണെങ്കിൽ, ആൻഡ് ഉദാഹരണത്തിന് ലങ്സ്, ടെസ്റ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ റെഡ് ഇൻഫാർക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. സോ ഡുവൽ സപ്ലൈയും ഉള്ളത് മൂലം വീനസ് ഇൻഫാർക്റ്റ്, ഉദാഹരണം ടെസ്റ്റിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി വൈറ്റ് ഇൻഫാർക്റ്റ് യൂഷ്വലി സ്മോൾ ആണെങ്കിൽ, റെഡ് ഇൻഫാർക്ട്സ് ആർ ലാർജ് ആണ് എന്നുള്ളതാണ്. ആൻഡ് രണ്ടും ഷേപ്പ് ഈസ് വെഡ്ജ് ഷേപ്പ് ആണ് നമ്മൾ പറഞ്ഞു. സോ ബോത്ത് ആർ വെഡ്ജ് ഷേപ്ഡ് ആണ്. ഇനി ഫ്രഷ് ഇൻഫാർക്റ്റ്, ഈ ഫ്രഷ് ഇൻഫാർക്റ്റ് ആദ്യം പൂർലി ഡിഫൈൻഡ് ബൗണ്ടറീസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബൗണ്ടറീസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് പൂർലി ഡിഫൈൻഡ് ബൗണ്ടറീസ് ആണ്. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇൻഫാർക്റ്റ് ബിക്കം അവിടെ കുറച്ച് കൂടുതലായിട്ട് ഇതിന്റെ അകത്തൊക്കെ സംഭവങ്ങൾ വരിക, കൂടുതലായിട്ട് ബെറ്റർ ഡിഫൈൻഡ് ആയിട്ട് വരിക. ആൻഡ് അതിന് ചുറ്റും ഒരു നാരോ റിം ഓഫ് കൺജഷൻ ഏരിയ വരും. ദെൻ വീണ്ടും ആസ് ദ ടൈം പാസേജ് ഓഫ് ടൈം വരുമ്പോഴത്തേക്കും ക്ലിയർലി വെൽ മാർക്ഡ് ഓർ ഷാർപ്ലി ഡിഫൈൻഡ് ഇൻഫാർക്റ്റ് ഭാഗമായിട്ട് നമുക്ക് കാണാം. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രഷ് ആൻഡ് ഓൾഡ് ഇൻഫാർക്റ്റ്. ഇനി വൈറ്റ് ഇൻഫാർക്റ്റിൽ സാധാരണ എഡീമയുടെ സാധ്യത കുറവാണ് എന്നുള്ളതാണ്. പക്ഷെ റെഡ് ഇൻഫാർക്റ്റിൽ എഡീമ വിൽ ബി പ്രസന്റ്. സോ എഡീമ ക്യാൻ ബി പ്രസന്റ് ആയിരിക്കും. ആൻഡ് രണ്ടായാലും കൊയാഗുലേറ്റീവ് നെക്രോസിസ് ആണ് കാണുക. പക്ഷെ നമ്മൾ ബ്രെയിനകത്ത് ലിക്വിഫാക്റ്റീവ് നെക്രോസ് ആണെന്ന് പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് വൈറ്റ് ഇൻഫാർക്റ്റ് റെഡ് ഇൻഫാർക്റ്റ് ആയിട്ട് മാറാൻ പറ്റും എന്നുള്ളതാണ്. ചിലപ്പോൾ ആദ്യം വൈറ്റ് ആയിരിക്കും, ദെൻ ഇറ്റ് ക്യാൻ ലീഡ് ടു റെഡ് ഇൻഫാർക്റ്റ്. ഉദാഹരണത്തിന് മയോകാർഡിയൽ ഇൻഫാർക്റ്റ്. എന്തുകൊണ്ടായിരിക്കും? റീപെർഫ്യൂഷൻ അത് റെഡ് ഇൻഫാർക്റ്റ് ആയിട്ട് മാറും. ആൻജിയോപ്ലാസ്റ്റി അവിടെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ആർട്ടീരിയൽ ഒബ്സ്ട്രക്ഷനിൽ നമ്മൾ ഒക്ലൂഷൻ ഓഫ് നെക്രോസ് ഒക്കെ ഉള്ള ഭാഗത്തേക്ക് ഫ്ലോ റീസെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഈ വൈറ്റ് ഇൻഫാർക്റ്റ് എന്നുള്ളത് റെഡ് ഇൻഫാർക്റ്റ് ആയിട്ട് മാറും. ഇനി ടിഷ്യൂസ് പ്രീവിയസ്ലി കൺജസ്റ്റഡ് ബൈ സ്ലഗ്ഗിഷ്, അവിടെ അപ്പോൾ റെഡ് ഇൻഫാർക്റ്റ് ആയിരിക്കും. സോ നേരത്തെ അവിടെ ബ്ലഡ് സപ്ലൈ ഒക്കെ കുറവായിരുന്നു, സ്ലഗ്ഗിഷ് ബ്ലഡ് സപ്ലൈ ഒക്കെ ആയിരുന്നു, ഔട്ട്ഫ്ലോ ഒക്കെ കുറവാണെങ്കിൽ അവിടെയും റെഡ് ഇൻഫാർക്റ്റ് ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻഫാർക്ഷൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.